പാലക്കാട് വല്ലപ്പുഴയിൽ നിന്നും കഴിഞ്ഞ 30-ാം തീയതി കാണാതായ ഷെഹ്ന ഷെറിൻ എന്ന് പറയുന്ന 15 വയസ്സുകാരിയെ ട്രെയിനിൽ നിന്നും കണ്ടെന്നും അതിനുശേഷം അവർ നീലേശ്വരത്ത് ഇറങ്ങിയെന്നും കൂടെയുണ്ടായിരുന്ന ഒരു യുവാവിനെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. ഇപ്പോൾ ഷെഹ്ന ഷെറിൻ എന്ന 15 വയസ്സുകാരിയുടെ കൂടെ ട്രെയിനിൽ കണ്ടു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ രേഖാചിത്രം പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 30-ാം തീയതി രാവിലെയാണ് ഷെഹ്ന ഷെറിൻ സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയത്. അതിനുശേഷം ഷെഹ്ന ഷെറിൻ വീട്ടിലോ സ്കൂളിലോ എത്താത്തതിൻ്റെ പേരിലാണ് പിന്നീട് പോലീസിൽ പരാതിപ്പെട്ടത്. അതിനുശേഷം 36 പോലീസുകാർ 6 സെക്ഷനായി തിരിഞ്ഞുകൊണ്ട് അന്വേഷണം നടത്തിയിട്ടും ഷെഹ്ന ഷെറിനെക്കുറിച്ച് യാതൊരു തെളിവും തന്നെ ഉണ്ടാക്കാനായില്ല. ഈ ഇടയിലാണ് ട്രെയിനിൽ വെച്ച് ഷെഹ്ന ഷെറിനെയും മറ്റൊരു ചെറുപ്പക്കാരനെയും കണ്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നത്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഷെഹ്ന ഷെറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന യുവാവ് ഈ രേഖാചിത്രത്തിൽ കാണുന്ന ആളാണെന്ന് മനസ്സിലാക്കിയതും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഷെഹ്ന ഷെറിൻ എന്ന് പറയുന്ന കുട്ടിയുടെ കുടുംബവും നാട്ടുകാരുമെല്ലാം ഈ വിഷയത്തിൽ വളരെ വലിയ വിഷമത്തിൽ കഴിയുകയാണ്. ദിവസം 6 പിന്നിട്ടിട്ടും ഇതുവരെ ഷെഹ്ന ഷെറിനെ കണ്ടെത്താത്തതിൽ ഈ കേസിൽ വലിയ ദുരൂഹതകളും ഉയർത്തുന്നുണ്ട്. തീർച്ചയായും ഈ രേഖാചിത്രത്തിൽ കാണുന്ന യുവാവിനെ പരിചയമുള്ളവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അവരുടെ ഡീറ്റെയിൽസ് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ 30-ാം തീയതി ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും പുറത്തിറങ്ങിയ ഷെഹ്ന ഷെറിൻ തൻ്റെ കുടുംബ വീട്ടിലേക്ക് പുസ്തകമെടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് തൻ്റെ കൂട്ടുകാരികളുടെ മുമ്പിൽ വെച്ച് തന്നെ വസ്ത്രം മാറുകയും പിന്നീട് യാത്ര പറഞ്ഞു പോവുകയുമായിരുന്നു. അതിനുശേഷം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും CCTV ചെക്ക് ചെയ്തപ്പോൾ പോലീസിന് ഷെഹ്ന ഷെറിൻ എന്ന് സംശയിക്കാത്തക്കവണ്ണം ഒരു പെൺകുട്ടിയുടെ ചിത്രങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ ആ ചിത്രത്തിൽ മുഖം മറിച്ചതുകൊണ്ട് അത് ഷെഹ്ന തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ പോലീസ് വ്യക്തമായ തീരുമാനത്തിൽ എത്തിയിരുന്നില്ല. അതിനുശേഷം 6 ദിവസമായി ഇന്നേ വരേക്കും തന്നെ ഷെഹ്ന ഷെറിൻ എവിടെയാണെന്ന് പോലും ആർക്കും തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രയാസത്തിലാണ് പിതാവായ അബ്ദുറഹീമും മാതാവും മറ്റു കുടുംബാംഗങ്ങളുമെല്ലാം. കുഞ്ഞിന് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാൻ കഴിയാത്തതും ഈ കുടുംബത്തിന് വലിയ വേവലാതിയാണ് ഈ സാഹചര്യത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രേഖാചിത്രത്തിൽ കാണുന്ന യുവാവിനെ മനസ്സിലാകുന്നവരും അല്ലെങ്കിൽ ഷെഹ്ന ഷെറിൻ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ ചിത്രവും മനസ്സിലാക്കിയവർ ഇവരെ ഏതെങ്കിലും പ്രദേശത്ത് വെച്ച് കാണുകയാണെങ്കിൽ ഉടനെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണമെന്ന് താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കലും ഒരു മാതാവിനും പിതാവിനും സഹിക്കാൻ കഴിയാത്ത ഒരു വാർത്ത തന്നെയാണിത്. തങ്ങൾ പൊന്നുപോലെ പോറ്റിക്കൊണ്ടുവന്ന തങ്ങളുടെ പൊന്നുമകൾ ഒരു സാഹചര്യത്തിൽ കാണാതാകുന്നത് എങ്ങനെയാണ് ഏതൊരു മാതാവിനും പിതാവിനും സഹിക്കാൻ കഴിയുന്നത്? കഴിഞ്ഞ 30-ാം തീയതി സ്കൂളിലേക്ക് പോയ ഷെഹ്ന ഷെറിൻ സ്കൂളിൽ എത്താത്തതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോഴാണ് വീട്ടുകാർ സംഭവം അറിയുന്നത്.